എവിടുന്നാണ് ഈ വിമർശനം വരുന്നത്? വരികൾക്കിടയിൽ വായിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നു, വരികൾക്കിടയിൽ വായിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ് വരികൾക്കിടയിൽ വായിക്കുക എന്ന് പറഞ്ഞാൽ? ഒരു വരിയിൽ നമ്മൾ വായിക്കുന്ന പുസ്തകത്തിൽ വ്യക്തമായും കൃത്യമായും പറയാതിരിക്കുകയും എന്നാൽ സന്ദർഭങ്ങളിൽ നിന്ന്, അതിന്റെ ചരിത്രത്തിൽ നിന്ന്, അതിന്റെ സാംസ്കാരികപരമായ ചുറ്റുപാടിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ചില സൂചനകൾക്കാണ് വരികൾക്കിടയിൽ വായിക്കുക എന്ന് പറഞ്ഞാൽ. അതിനെന്തു വേണം? ചരിത്രം അറിയണം. അന്ന് ആ ഭാഷ സംസാരിച്ചിരുന്ന ആളുകൾ എന്തു മനസ്സിലാക്കി എന്നറിയണം. അതിന്റെ സന്ദർഭം അറിയണം, അതിന്റെ താരീഖിയ ചരിത്രം അറിയണം, അതിന്റെ സിയാഖ് അറിയണം, അതിന്റെ ഇജ്തിമാഇയ സാമൂഹ്യ ശാസ്ത്രം അറിയണം. ഇതെല്ലാം അറിഞ്ഞിട്ട് അതിൽ നിന്ന് ആ ധ്വനികൾ മനസ്സിലാക്കണം. ഒരു വാക്കിന് നേരെ അർത്ഥം ഉണ്ടാവും. മഫ്ഹൂം മുവാഫഖയും മഫ്ഹൂം മുഖാലഫയും, ഒരു വാക്കിന്റെ ലുസൂമിയായ അതിന്റെ അനിവാര്യമാക്കി തീർക്കുന്ന അർത്ഥങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിന്റെ പല ധ്വനികളും ഉണ്ടാവും. അത് മനസ്സിലാക്കുന്നതിനാണ് വരികൾക്കിടയിൽ വായിക്കുക എന്ന് പറയാം. അതിനെന്ത് വേണം? ഭാഷ അറിയേണ്ടതുണ്ട്. അതാ ഞാൻ പറഞ്ഞു, വരികൾക്കിടയിൽ വായിക്കാൻ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഉദാഹരണം പറഞ്ഞെന്താണ്? വെള്ളമില്ലാത്തോടത്ത് നീന്തുന്നത് പോലെയാണ്. ഒരാൾ നീന്താണ്, ഞാൻ നീന്താണ്, ഇവിടെ നീന്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ വെള്ളം വേണം. അങ്ങനെ ജബ്ബാർ മാഷിന് അത്രത്തോളം വരികൾക്കിടയിൽ വായിക്കാവുന്ന ഒരു കഴിവില്ല എന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ നിരക്ക് എനിക്കറിയാം. വരികൾക്കിടയിൽ വായിക്കുക എന്നൊക്കെ പറയുന്നത് സാഹിത്യത്തിൽ നല്ല മികവുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു പണിയാണ്. അപ്പൊ അത് ഒരു പുസ്തകം വായിക്കാന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ ഗ്രന്ഥകാരനുമായി നടത്തുന്ന സംവാദമാണ്. അദ്ദേഹം ചിന്തിക്കാത്തതും പറയാത്തതും നമ്മൾ ചിന്തിക്കും. അതാണ് വരികൾക്കിടയിൽ വായിക്കാന്ന് പറഞ്ഞാൽ. അതിനെന്ത് വേണം? രണ്ടാളും ആ ഭാഷയിൽ കഴിവുണ്ടായിരിക്കും. ഗ്രന്ഥം, നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ ആള് പറയാത്ത നമ്മൾ ചിന്തിച്ചു വരും. നമ്മളും അദ്ദേഹമായിട്ടുള്ള സംവാദമാണ് വായന എന്ന് പറയുന്നത് തന്നെ. എന്നിട്ട് നമ്മളോട് നമ്മൾ നടത്തുന്ന അന്വേഷണമാണ് ചിന്ത. അദ്ദേഹം ആ പറഞ്ഞത് എന്തർത്ഥത്തിലാണ്, അന്നത്തെ സന്ദർഭം, അന്നത്തെ സാഹചര്യം, അന്നത്തെ ചുറ്റുപാട് എല്ലാം എനിക്ക് ബോധ്യം ഉണ്ടാവണം. അപ്പൊ വരികൾക്കിടയിൽ വായിക്കാന്ന് പറഞ്ഞാൽ